ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തെ ഇതൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ. ഒരു എഗ്ഗ് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എഗ്ഗ് ഫ്രൈ ചെയ്ത് കുറച്ച് സമയമാകുമ്പോൾ തന്നെ അതിന്റെ ടേസ്റ്റ് പോയി പോകില്ലേ. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ചൂടോട് കൂടി എഗ്ഗ് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പുഴുങ്ങിയിട്ടായാലും ഫ്രൈ ചെയ്തിട്ടായാലും. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകില്ലേ, അതുപോലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഉച്ചയാകുമ്പോൾ ടേസ്റ്റ് കുറഞ്ഞിട്ട് മക്കൾക്കൊരു തിന്നാൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ വരലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ തയ്യാറാക്കാൻ പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. 2 എഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പറഞ്ഞ ഹായ് പറഞ്ഞ് ഹായ് പറയൂ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഗ്ഗിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് 2 എഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് പാനിലേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുന്നതും ഈ ഒരു ഓയിലിൽ വെച്ചിട്ടാണ്. ഒരുപാട് സമയം ഇരുന്നിട്ട് ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിന് നേരം വൈകിയാലോ, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഓയിലിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ സ്മെല്ല് പിടിക്കുന്നത് വരെ വഴറ്റുന്നതേ ഉള്ളൂ. ഇതിലേക്ക് തന്നെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ലാസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകും ഏറ്റവും ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഓയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ മസാലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ മുട്ടയിലൊക്കെ കുറച്ച് എരിവ് കൂടിയാൽ തന്നെ ഒരുപാട് എരിവുള്ളതുപോലെ തോന്നൂലേ, നമുക്ക് മുട്ട കഴിക്കാൻ തോന്നൂല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മഞ്ഞളിന്റെ മുളകിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നോ, പച്ചമുളക് നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരു ഫ്രഷ് ആയി കിടക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളത്. തക്കാളിയും തന്നെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ തക്കാളിയും 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ തക്കാളിയൊക്കെ ഞാൻ വഴറ്റി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി 1 മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് വഴറ്റി കുക്കാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ ഇനി ഇത്രയും മതി കേട്ടോ. ഇതില് ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതിലെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ അടുത്ത നമ്മുടെ പരിപാടി, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതൊന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എഗ്ഗാണ്. ഇത് ബേബിന്റെ എഗ്ഗല്ല, ഇത് ഡാഡിക്കുള്ള എഗ്ഗാണ്. ബേബിക്ക് എഗ്ഗ് മാമി പുഴുങ്ങി തരാം കേട്ടോ. ബേബിക്ക് എഗ്ഗ് വേണോ?
കട്ടയൊന്നും ഇല്ലാതെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടു, രാവിലെ തന്നെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കാക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിരിക്കാം. ബേബിന്റെ മമ്മിയാണ്, മമ്മീന്റെ ബേബിയാണ്. ആളെ ഞാൻ ഷെൽഫിൽ നിന്ന് ഹോർലിക്സ് എടുത്ത സമയത്ത് അവൾക്ക് പൊടി വേണം പറഞ്ഞിട്ട് അത് തിന്നോണ്ടിരിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞ ബേബി, ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറയൂ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല എന്നല്ല, നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ കൂടുതൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാല നല്ലതുപോലെ എഗ്ഗിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുട്ട ഇതിൽ നിന്നൊന്ന് കുക്കാവും കേട്ടോ. ജസ്റ്റ് ഒരു വൈറ്റ് കളർ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ചൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത സെയിം പാൻ തന്നെ അടുപ്പത്ത് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാനിലേക്ക് ഒരല്പം കൂടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ പാനൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1.5 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാണ്. പൊട്ടിപ്പോവാതെയൊക്കെ മറിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മറിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കളറായിട്ടുള്ളത് നമ്മുടെ മസാലേന്റെ കളറാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളോ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലും നമുക്ക് മടുത്തു പോവില്ല കേട്ടോ മുട്ട. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ഉൾവശം വെന്ത് കിട്ടിക്കോളും. അപ്പൊ നമ്മുടെ എഗ്ഗ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാക്കുന്റെ ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാണ്. ഫിനിഷ് ആയോ? ഗുഡ് ഗേളാണ് കേട്ടോ. അവൾക്ക് ഞാനൊരു ബുക്കും പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കാണ്ടിരുത്തിയതാണ് കേട്ടോ. അവളെ ടേബിളിൽ ഇരുത്തിയിട്ടുണ്ട്. എന്ത് തന്നെ ഉണ്ടെങ്കിലും കാക്കുന് അച്ചാറ് നിർബന്ധമാണ്. ഇപ്പോൾ 1 ടീസ്പൂണ് മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നുള്ളത് പച്ചക്കായ തോരൻ വെച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചക്കായാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കാക്കുൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പൊ ഞാൻ ഈ എഗ്ഗ് ഉണ്ടാക്കിയ സമയത്ത്, എഗ്ഗ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തക്കാളി ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പുളിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അല്പം മല്ലിയിലോ പുതിനയിലോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.